ഓക്കെ, നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടായിരുന്നു സെഡ് എന്ന് പറയുന്ന സെറ്റിലെ ഇറഡ്യൂസിബിൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്നതിനകത്ത് ഒരു പി പ്രൈം ആവണമെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി പ്രൈം ഐഡിയൽ ആയിരിക്കണം. സോ അതേപോലെ പ്രൈം എന്ന് ഇൻഡിജേഴ്സിൽ പ്രൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സിലേക്ക് വരുമ്പോൾ ഇറഡ്യൂസിബിൾ എന്ന കൺസെപ്റ്റ്. സോ നമ്മൾ ഈ തിയറം നോക്കുക, തിയറം 24. ഇഫ് എഫ് ഇസ് എ ഫീൽഡ് ദെൻ എ നോൺ സീറോ പോളിനോമിയൽ പി ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് എ പ്രൈം ഐഡിയൽ. സോ എപ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, എഫ് എന്ന് പറയുന്നൊരു ഫീൽഡ് എടുത്താൽ എഫ് ഓഫ് എക്സിൽ ഒരു പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആവാനുള്ള ഒരു ഇക്വലൻ കണ്ടീഷനാണ് ഈ തിയറം തരുന്നത്. പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് പ്രൈം ഐഡിയൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ ആ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത്. അവിടെ പി എന്ന് പറയുന്ന പ്രൈമിന് വരെ ഇവിടെ പി എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ, അത്രേ ഉള്ളൂ. സോ ഞാൻ ആദ്യം അസ്യൂം ചെയ്യുന്നു, സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് എ പ്രൈം ഐഡിയൽ. അവിടുത്തെ പ്രൂഫ് പോകുന്ന അതേ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് പ്രൈം ഐഡിയൽ ആണെങ്കിൽ ഞാൻ എ ബി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്നെടുക്കുക. ഈ പി ഓഫ് എക്സ് ഞാനിവിടെ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ, പി ഓഫ് എക്സ് എന്ന് നീട്ടി എഴുതുന്നില്ല എന്നേ ഉള്ളൂ, ജസ്റ്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ എ ബി എലമെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സം എ ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ്. എഫ് ഓഫ് എക്സിലെ എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്ന എ ബി. എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പോളിനോമിയൽസ് തന്നെയാണ് ഈ എ ബി. ഓക്കെ, എ ബി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി. അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, പിക്കകത്തുണ്ടെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ പിക്കകത്തുണ്ടെങ്കിൽ ഐഡിയൽ പിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ പി ഡിവൈഡ്സ് എന്തായിരിക്കും, എ ബി. അങ്ങനെയാണ് യൂക്ലിഡ്സ് ലെമ്മ. യൂക്ലിഡ്സ് ലെമ്മ പറയുന്നത് പി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ഒരു പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്താൽ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യും. സോ ഇവിടെ പി ഓഫ് എക്സ് ഡിവൈഡ്സ് പി റെഡ്യൂസിബിൾ പോളിനോമിയലാണ് നമ്മുടെ അസംഷൻ വെച്ച്. അതേപോലെ പി ഡിവൈഡ്സ് എ ബി ആണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പി ഡിവൈഡ് ചെയ്യണം. സോ ദെൻ ബൈ യൂക്ലിഡ്സ് ലെമ്മ either പി ഡിവൈഡ്സ് എ ഓർ പി ഡിവൈഡ്സ് ബി. പി ഡിവൈഡ്സ് എ ആണെങ്കിൽ എന്താണ്, എ എലമെൻറ്റ് ഓഫ് പി ഡിവൈഡ്സ് എ ആണെങ്കിൽ എ എന്ന് പറയുന്നത് പിയുടെ മൾട്ടിപ്പിൾ ആണ്. സോ എ എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി. ഇനി പി ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി. സോ നമുക്ക് കിട്ടി എ ബി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് എടുത്തപ്പോൾ either എ എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓർ ബി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി. ഇനി നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞായിരുന്നു ഒരു ഐഡിയൽ പ്രൈം ഐഡിയൽ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിരിക്കണം. അതായത് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്, ഫുൾ സെറ്റ് ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ അത് പ്രത്യേകിച്ച് എടുത്ത് ഇൻഡിജേഴ്സിൻ്റെ കേസിൽ അത് പ്രൂവ് ചെയ്യാഞ്ഞതിൻ്റെ കാരണം അവിടെ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് പറഞ്ഞാൽ എന്താണ്, പിയുടെ മൾട്ടിപ്പിൾസ് അല്ലേ. സോ പി ഇൻറ്റു 1, പി ഇൻറ്റു 2, അല്ലെങ്കിൽ 1 ഇൻറ്റു പി, 2 ഇൻറ്റു പി, 3 ഇൻറ്റു പി, അതായത് പി സെഡ് എന്ന് പറയുന്ന ഗ്രൂപ്പായിരിക്കും അവിടെ കിട്ടുന്നത്. പി സെഡിനകത്ത് എന്താണ്, പിയുടെ മൾട്ടിപ്പിൾസേ വരുള്ളൂ, അത് ഫുൾ സെറ്റ് ഇസഡ് ആവില്ല. അതവിടെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതവിടെ എടുത്തു പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് പറയുന്നത് പ്രോപ്പർ ഐഡിയൽ അല്ല എന്നും കൊണ്ടൊന്ന് പ്രൂവ് ചെയ്യാം. പി എന്ന് പറയുന്നത് പ്രോപ്പർ ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് ഈക്വൽ ടു ഫുൾ സെറ്റ്. ഓക്കെ, സോ ഈ പി എന്ന് പറയുന്നത് നോട്ട് എ പ്രോപ്പർ ഐഡിയൽ എന്ന് ഞാൻ അസ്യൂം ചെയ്യണം. ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് നോട്ട് എ പ്രോപ്പർ ഐഡിയൽ. സോ അങ്ങനെ ആണെങ്കിൽ എനിക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറയാം, പ്രോപ്പർ ഐഡിയൽ ആണ് എന്ന് പറയാം. സോ നോട്ട് എ പ്രോപ്പർ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് ഈക്വൽ ടു ഫുൾ എഫ് ഓഫ് എക്സ് വരും. സോ അങ്ങനെ എടുക്കുന്നു. ഇനി നൗ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ്, എഫിനകത്തെ ഒരു എലമെൻ്റ് ആണ്, യൂണിറ്റ് എലമെൻ്റ് ആണ് 1, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. സോ ഇത് എഫ് ഓഫ് എക്സിലുണ്ട്. എഫ് ഓഫ് എക്സിലൊരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് 1. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ആണ്. സോ 1 എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് കിട്ടും. ഐഡിയൽ ജനറേറ്റഡ് ബൈ പിയിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എഴുതാം, ദർ ഇസ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വിത്ത് 1 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, പി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ബട്ട് ദി കോൺസ്റ്റൻറ്റ് 1 ഹാസ് ഡിഗ്രി 0. നിങ്ങൾക്കറിയാം കോൺസ്റ്റൻസിൻ്റെ ഡിഗ്രി 0 ആണ്. 1 ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയാൽ 1 ആണ്, അതിൻ്റെ ഡിഗ്രി 0 ആണ്. വേറെ റൈറ്റ് ഹാൻഡ് സൈഡിലെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, പി എഫ് ആണ്, അതിൻ്റെ ഡിഗ്രി നോക്കുകയാണ്. ഡോ ഓഫ് പി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ ഓഫ് എഫ് പ്ലസ് ഡോ ഓഫ് ജി. കാരണം എന്താണ്, ഇപ്പം രണ്ട് പോളിനോമിയൽസ്, ഒരു 2 ഡിഗ്രി ഉള്ള പോളിനോമിയലും 3 ഡിഗ്രി വരുന്ന പോളിനോമിയലൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 5 വരും. 2 + 3 5. സോ അതുകൊണ്ട് തന്നെ ഡോ ഓഫ് പി എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് പി പ്ലസ് ഡിഗ്രി ഓഫ് എഫ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മല്ലേ. സോ ഇത് ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ഡോ ഓഫ് പി ആയിരിക്കും. ഇനി പി ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ബേസിക് ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡോ ഓഫ് പി, ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എപ്പോഴും എന്താണ്, മിനിമം 1 ആയിരിക്കണം. സോ ഡോ ഓഫ് പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, പി ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട്.
സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്, അതിൻ്റെ ഡിഗ്രി 0. റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് ശരിയാവോ? ഇല്ല. അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ദിസ് കോൺട്രഡിക്ഷൻ ഷോസ് ദാറ്റ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് എ പ്രോപ്പർ ഐഡിയൽ. നമ്മൾ നോട്ട് എ പ്രോപ്പർ ഐഡിയൽ എന്ന് എടുത്തപ്പോഴാണ് അങ്ങനെ വന്നത്. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർ ഐഡിയൽ എന്ന് കിട്ടും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഹെൻസ് പി ഈസ് എ പ്രൈം ഐഡിയൽ. ഓക്കെ. സോ നമ്മൾ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ എടുത്തപ്പോൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഒരു പ്രൈം ഐഡിയൽ ആണെന്നിട്ട് ഇനി കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. ഐഡിയൽ ജനറേറ്റഡ് ബൈ പി പ്രൈം ഐഡിയൽ ആണെങ്കിൽ പി ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണ്. സോ ഇവിടെ ഞാൻ സെഡിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പ്രോബ്ലം പ്രൂവ് ചെയ്ത പോലെ തന്നെ നെഗേഷൻ ബി ഇംപ്ലൈസ് നെഗേഷൻ എന്ന് കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് എ ഇംപ്ലൈസ് ബി എന്ന് കാണിക്കും. സോ നെഗേഷൻ ബി ആയിട്ട് ഇവിടെ എടുക്കാൻ പോകുന്നത് എന്താണ്, പി ഓഫ് എക്സ് ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. അപ്പോൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് നോട്ട് എ പ്രൈം ഐഡിയൽ എന്ന് കിട്ടണം. ഓക്കെ. സോ കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് പി ഓഫ് എക്സ് ഈസ് നോട്ട് ഇറഡ്യൂസിബിൾ. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ഇറഡ്യൂസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടറൈസേഷൻ പോസിബിൾ ആണ്, രണ്ട് ലോവർ ഡിഗ്രി പോളിനോമിയൽസിൻ്റെ. So then there is a factorization p of x is equal to a of x into b of x with degree of a is less than degree of p and degree of b is also less than degree of p. As every non-zero polynomial in ideal generated by p has degree greater than or equal to degree of p. കാരണം എന്താണ്, ഏതൊരു നോൺ സീറോ പോളിനോമിയൽ ഇൻ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എടുത്താലും അതിനെ പി ഓഫ് എക്സ് ഇൻറ്റു സം അതർ പോളിനോമിയൽ എന്ന് പറഞ്ഞ് എഴുതാം. സോ അതുകൊണ്ട് തന്നെ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, ഡിഗ്രി ഓഫ് പി ആയിരിക്കും. So it follows that neither A nor B lies in ideal generated by P. പക്ഷെ നമുക്കിവിടെ ഡിഗ്രി ഓഫ് എ എന്ന് പറയുന്നതും പിയിൽ ചെറുതാണ്, ഡിഗ്രി ഓഫ് ബി എന്ന് പറയുന്നതും പി യേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും പി ഓഫ് എക്സിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഐഡിയൽ ജനറേറ്റഡ് ബൈ പിയിൽ വരില്ല. എയും ബിയും ഐഡിയൽ ജനറേറ്റഡ് ബൈ പിയിൽ വരില്ല. വന്നിരുന്നെങ്കിൽ അതിന് പി ഓഫ് എക്സിൻ്റെ സം പോളിനോമിയൽ എന്ന് പറഞ്ഞെഴുതാം. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് പി വരണം. പക്ഷേ ഇവിടെ ഡിഗ്രി ലെസ് ദാൻ ആണ്. അതുകൊണ്ട് തന്നെ എയും ബിയും ഐഡിയൽ ജനറേറ്റഡ് ബൈ പിയിൽ വരില്ല. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി ഓഫ് എക്സിനെ എ ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് എക്സ് എന്ന് എഴുതി പി എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ആണ്. സോ എ ബി എലമെൻറ്റ് ഓഫ് ഇവിടെ എന്താണ്, ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ആണ്. പക്ഷെ നമുക്ക് കിട്ടി എ ഇൻ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി, ബി ഇൻ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി. അതുകൊണ്ട് തന്നെ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്താവില്ല, പ്രൈം ഐഡിയൽ ആവില്ല. നേരത്തെ കേസ് ഇസഡിൻ്റെ കേസിൽ പ്രൂവ് ചെയ്ത പോലെ തന്നെ thus we proved, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് എന്താണ്, ഇഫ് പി ഓഫ് എക്സ് ഇസ് നോട്ട് ഇറഡ്യൂസിബിൾ then ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് നോട്ട് എ പ്രൈം ഐഡിയൽ. സോ എ ഇംപ്ലൈസ് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ബി ഇംപ്ലൈസ് നെഗേഷൻ എ എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ നെഗേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടും, പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ ഇംപ്ലൈസ് എന്താണ്, പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ അല്ല, എ ഇംപ്ലൈസ് ബി ആണ് ഇതെങ്കിൽ നെഗേഷൻ ബി എടുക്കണം. നെഗേഷൻ ബി എന്ന് പറയുമ്പോൾ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഈസ് എ പ്രൈം ഐഡിയൽ. ദെൻ എന്ത് കിട്ടും, നെഗേഷൻ എ, പി ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ. ഓക്കെ.